ഓഫീസിനെ നോക്കുകുത്തിയാക്കി അതിനു പകരം കിഫ്ബിയെ കുടിയിരുത്തിയവർ ആ കിഫ്ബിയുടെ പേരിലും ജനങ്ങൾക്ക് മേൽബാധ്യത അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ UDF നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരസഭ ഓഫീസിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനം നൽകേണ്ട വാർഷിക പദ്ധതി വിഹിതം നൽകാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിക്കുകയും പ്രാദേശിക വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ലോക്സഭയിൽ പാസാക്കി, രാജ്യസഭയിൽ ആ ബില്ല് വരുമ്പോൾ രാത്രി 12 മണിയായി. ഇന്നിപ്പോൾ ഞാനിവിടെ വരുമ്പോൾ നമുക്കറിയാം, മെനഞ്ഞാന്ന് വഖഫ് ബില്ല് രാത്രിയിൽ പാർലമെന്റിൽ വോട്ടിനിട്ടത് വെളുപ്പാങ്കാലത്ത് 3 മണിക്കാണ്. 3 മണിക്ക് വോട്ടിട്ട് ആ ബില്ല് അവർ പാസ്സാക്കി. ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി, ഞങ്ങൾ ഡിവിഷൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ആ ബില്ലിനെതിരെ അതിശക്തമായി വോട്ട് രേഖപ്പെടുത്തി എല്ലാവരും. എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ തോന്നുമ്പോഴാണ് അവർ പറയുന്നത് 1 ബില്ലും കൂടി ഞങ്ങൾ എടുക്കുക. UDF മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ MK റഷീദ് അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ കൺവീനർ A ഗോവിന്ദൻ നായർ, KPCC സെക്രട്ടറി M അസിനാർ, CMP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V കമാരൻ, മുസ്ലിം ജില്ലാ വൈസ് പ്രസിഡന്റ് NA ഖാലിദ്, UDF നിയോജകമണ്ഡലം കൺവീനർ CV ഭാവനൻ, MP ജാഫർ, M കുഞ്ഞികൃഷ്ണൻ, KP മോഹനൻ, KK ബാബു, ബഷീർ ആറങ്ങാടി, ഷിബിൻ ഉപ്പിലിക്കൈ, സിജോ അമ്പാട്ട്, C ശ്യാമള, കമ്മാടത്തു, ദേവേന്ദ്രൻ ചേടിറോഡ്, ബദ്രുദ്ദീൻ, KK ജാഫർ, P കമലാക്ഷ, NK രത്നാകരൻ, PV ചന്ദ്രശേഖരൻ, സുജിത് പുതുക്കൈ, ശരത് മരക്കാപ്പ് എന്നിവർ സംസാരിച്ചു. UDF മണ്ഡലം കൺവീനർ KP ബാലകൃഷ്ണൻ സ്വാഗതവും രാജൻ ഐങ്ങോത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.